വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാങ്ങ് കൊടുക്കാൻ എടുത്തിരിക്കുന്ന ഉസ്താദ്, അതുകൊണ്ടാണ് വേഗം വന്നത്. ഒരു ചോദ്യം ഇവിടെ വന്നത്, റമളാനിന് ശേഷം ഉംറ ചെയ്ത ആൾക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യണമെങ്കിൽ മീഖാത്തിൽ പോകേണ്ടതുണ്ടോ? അദ്ദേഹം മക്കയിൽ താമസിക്കുന്ന ആളാണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട്, ഇതിനുശേഷം ഞാൻ തന്നെ ചോദിക്കും, വാങ്ങ് കൊടുക്കാൻ എടുത്തുകൊണ്ടാണ്. ഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്ത ഒരാൾക്ക് മക്കയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അയാള് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിൽ വെച്ച് തന്നെയാണ്, പുറത്തുകൂടി പോണ്ട. മക്കയിൽ വെച്ച് തന്നെയാണ് അയാൾ ഇഹ്റാം ചെയ്യേണ്ടത്. മക്കയിൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ച് ഉംറയുടെ മീഖാത്ത് ഹറമിന്റെ പുറത്താണെങ്കിൽ ഹജ്ജിന്റെ മീഖാത്ത് അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇനി അഥവാ വല്ല ആവശ്യത്തിനും പുറത്തു പോയാൽ വിദേശത്ത് നിന്ന് പുറം രാജ്യങ്ങളിൽ നിന്നിട്ട് വരുന്ന ആളുകൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്ന അഞ്ചാലൊരു മീഖാത്തിലേക്ക് മടങ്ങിപ്പോയി അവിടെ വെച്ച് ഇഹ്റാം ചെയ്തു വരികയാണെങ്കിൽ പരിഗണിക്കപ്പെടാം. അല്ലാതെ മക്ക ഷരീഫിന്റെ പുറത്തുള്ള സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരാൻ പാടുള്ളതല്ല. അഥവാ അങ്ങനെ ചെയ്താൽ തന്നെ മക്കയിൽ വന്നുകൊണ്ട് മാത്രമേ അയാൾക്ക് അറഫയിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ. അതില്ലാതെ പോയാൽ അയാൾക്ക് മക്കയിൽ നിന്നിട്ട് ഇഹ്റാം ചെയ്യുക എന്ന ഇഹ്റാമും പോയി അതോടുകൂടി പുറമെ നിന്ന് വരുന്ന ആഫാഖികളുടെ 5 മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തില്ല എന്നതുകൊണ്ട് 2 തരത്തിലുള്ള മീഖാത്തും അയാൾക്ക് ഉണ്ടാവൂല. അപ്പം മീഖാത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അയാൾക്ക് ഫിദിയ നിർബന്ധമാവുകയും മനഃപൂർവ്വം അത് ചെയ്താൽ ഹറാമാവുകയും ചെയ്യും. അപ്പോ മക്കയിൽ താമസിക്കുന്ന ആള് ഉംറക്ക് ഹറമിന്റെ പുറത്ത് പോയി ഇഹ്റാം ചെയ്യേണ്ടതാണ്, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിൽ വെച്ച് തന്നെയാണ് എന്ന് ചുരുക്കം. അടുത്ത ചോദ്യം, ഒരാള് ഡെലിവറി ചെയ്യുന്ന ആളാണ്. ഈ ഹോട്ടലിൽ നിന്നൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ ഈ കൊണ്ടുപോയി കൊടുക്കുന്ന ആള് മദ്യപാനിയാണ്, അദ്ദേഹത്തിന് ടിപ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ പൈസ വാങ്ങാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന വീട്ടുകാരന് കള്ളു കുടിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൈസ ഇദ്ദേഹത്തിന് ടിപ്സ് ആയിട്ട് വാങ്ങാൻ പറ്റുമോ? ടിപ്സ് കൊടുക്കുന്നത് വാങ്ങാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സംശയമാണ് ഗീശീരിയ മനുഷ്യന്മാർക്ക്. അതിനിപ്പോ എന്നോട് പറഞ്ഞിട്ട് അറിയില്ല, എനക്കല്ലല്ലോ സംശയം, വേറുള്ളവർക്കല്ലേ. ഈ മദ്യപാനിയായ ആൾക്ക് വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ചോദ്യമാണ്. കൊണ്ടുപോയി കൊടുക്കൽ ഏതായാലും കൊടുക്കുന്നുണ്ട്, കാരണം അത് മൂപ്പരെ ജോലിന്റെ ഭാഗ. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോ അയാളൊരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കൈമടക്ക് കൊടുത്താൽ അത് വാങ്ങാൻ പറ്റുമോന്ന് വല്ലാത്തൊരു സംശയം തന്നെ. പണ്ട് ഇറാഖിക്കാരനായിരിക്കുന്ന ഒരാള് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സംശയം ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയോ? ഹറമിൽ വെച്ച് ഈച്ചനെ കൊല്ലാൻ പാടുണ്ടോ? നല്ല ചോദ്യാണല്ലോ. ഹറമിൽ വെച്ച് ഈച്ചനെ കൊല്ലാൻ പാടുണ്ടോന്ന് അത് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എടാ മുക്കേ, നിങ്ങൾ ഇറാഖിക്കാര് അള്ളാന്റെ റസൂലിന്റെ പേരമക്കളെ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട പൊന്നാര സാദാത്യങ്ങളിൽ 23 ആളുകളെയും അവരെ കൂടെ ഉണ്ടായിരുന്നത് ഉൾപ്പെടെ 70 ആളുകളെയും നിഷ്കരുണം നിഷ്ഠൂരം അറുകൊല ചെയ്ത നിങ്ങളാണോ ഹറമിന്ന് ഈച്ചനെ കൊല്ലാൻ പാടുണ്ടോ എന്ന് ഫത്വ ചോദിക്കാൻ വന്നത്? മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ അവിടുത്തെ സ്വന്തം പേരക്കുട്ടിനെ ഉൾപ്പെടെ അറുകൊല ചെയ്ത ഇറാഖികൾക്ക് ചോദിക്കാനുള്ള മസല അത് ഹലാലാണോ അല്ലേന്നല്ല, ഓർക്ക് ചോദിക്കാനുള്ളത് ഹറമിന്ന് ഈച്ചനെ കൊല്ലാൻ പാടുണ്ടോ എന്നതിൽ ഒരുള്ള ചോദ്യമായിപ്പോയി. ഈ കള്ളുടിയന് കഞ്ഞും ചോറും കൊണ്ടേ കൊടുക്കാൻ പാടുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്? അതാ പാടില്ലാത്തത്. ഇവനാണെങ്കിൽ അവന്റെ ജോലിന്റെ ഭാഗം എന്നുള്ള നിലക്ക് അയാൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. അത് പറ്റുമെങ്കിൽ പിന്നെ അയാൾ കൊടുക്കുന്ന കാശ് വാങ്ങണേന് എന്താ കുഴപ്പം? അയാൾ കള്ള് വെച്ച് വിൽപ്പന നടത്തിക്കൊണ്ട് കാശുണ്ടാക്കുകയാണെങ്കിൽ ഹറാമിൽ സമ്പാദിച്ച കാശാണ്, അത് വാങ്ങണ്ട. അതേസമയത്ത് അയാൾ ഹലാലായി സമ്പാദിച്ച കാശ് കൊണ്ട് അയാൾ ഹറാമിലേക്ക് ചെലവാക്കി കള്ളുടിക്കുന്നു, കൂട്ടത്തെ ഇയാൾക്ക് കൈമാർക്കും കൊടുക്കുന്നു, അത് വാങ്ങിക്കോട്ടെ, അതിനെന്താ? അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം.
ഉസ്താദെ, പിന്നെ ഇന്നത്തെ വിഷയമല്ല എങ്കിലും ഉളുഹിയത്ത് സംബന്ധമായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. പിന്നെ പുത്തമ്പള്ളി ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആടിനെ പിന്നെ നിയ്യത്താക്കി ഉമ്മ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോ 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 1 വയസ്സ് ഇപ്പൊ ഈ ഹജ്ജ് പെരുന്നാൾക്ക് തന്നെ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ കൊണ്ട് വലിയ ശല്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അറവ് കഴിക്കണം. അതുകൊണ്ട് ഉളുഹിയത്തിന്റെ കൂലി കിട്ടുമല്ലേ? അത് നേർച്ചയായി കഴിഞ്ഞാല് ആ വയസ്സ് എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ ഉളുഹിയത്തിന്റെ പിന്നെ കൂലി കിട്ടുള്ളൂ. അതല്ല, അതിന്റെ ഇതൊന്ന് വിവരിക്കാൻ വേണ്ടിയിട്ട് വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അദ്ദേഹം റേഡിയോയിൽ കേൾക്കുന്നുണ്ടായിരിക്കും. ഉസ്താദ് വിശദീകരിച്ചാലും. ഒരു നിശ്ചിത മൃഗത്തിന്, ഇപ്പൊ ആടാവട്ടെ അതുപോലെ കാളക്കുട്ടിയാവട്ടെ, ഒരു നിശ്ചിത മൃഗത്തിനെ നമ്മൾ ഉളുഹിയത്തറക്കാൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന കൊല്ലത്തെ പെരുന്നാളിൽ തന്നെ അതിനെ അറുക്കൽ വുജൂബാണ്. യഥാർത്ഥത്തിൽ പ്രായം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉളുഹിയത്തായി പരിഗണിക്കപ്പെടില്ലെങ്കിലും ആ നേർച്ച വീടേണ്ടത് തൊട്ടടുത്ത പെരുന്നാളിൽ തന്നെയാണ്. എന്നാൽ നേർച്ച നേരുമ്പോൾ പ്രത്യേകം 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പെരുന്നാളിൽ ഉളുഹിയത്തറക്കാൻ നേർച്ചയാക്കി എന്ന് പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പെരുന്നാളാകുന്നത് 2 വയസ്സ് തികയുന്നത് വരെ എന്നെ കാത്തിരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന പെരുന്നാളിൽ തന്നെ അറുക്കൽ വുജൂബാണ്, പിന്തിക്കൽ ഹറാമാണ്. അഥവാ അറിവില്ലാത്തതിന്റെ പേരിൽ പിന്തിച്ചാൽ അറിവ് കിട്ടിയ ഉടനെ ഖളാ വീട്ടുക എന്ന നിലക്ക് അറുക്കലും വുജൂബാണ്. പക്ഷെ അത് യഥാർത്ഥ ഉളുഹിയത്തല്ല. യഥാർത്ഥ ഉളുഹിയത്താണെങ്കിൽ 2 വയസ്സ് തികയാണല്ലോ. പക്ഷേ ഉളുഹിയത്തായി അറുക്കാൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പെരുന്നാളിന്റെ അന്ന് തന്നെ അത് അറുക്കേണ്ടതാണ്. അത് സാധാരണ ഫിഖ്ഹിലൊക്കെ പറയുന്ന കാര്യമാണ്. ഷർത്തൊക്കാത്ത ഒരു മൃഗത്തിനെ ഉളുഹിയത്തറക്കാൻ നേർച്ചയാക്കിയാൽ ഉളുഹിയത്തിന്റെ സമയത്ത് തന്നെ അതിന് അറുക്കൽ വുജൂബാണ്. യഥാർത്ഥ ഉളുഹിയത്തിന്റെ വിധി അതിലില്ലെങ്കിലും ഉളുഹിയത്തിന്റെ കാര്യങ്ങളൊക്കെ അതിൽ നിർവഹിക്കേണ്ടതും ആണ്. അപ്പൊ അന്ന് തന്നെ അറക്കും വേണം. അതുപോലെ തന്നെ ഉളുഹിയത്ത് നിർവഹിക്കുന്ന രീതിയിൽ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. ആ നേർച്ചയാക്കിയ ആൾക്കോ അയാൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകൾക്കോ അതിൽ നിന്നിട്ട് മാംസം എടുക്കാനോ ഭക്ഷിക്കാനോ പാടുള്ളതല്ല. അത് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരെ പോലത്തവർക്ക് മുഴുവനായി കൊടുക്കുക തന്നെ വേണം. സാമ്പത്തികമായി കഴിവുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ഈ നേർച്ച ആക്കിയ ആൾക്കും അയാൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകൾക്കും എടുക്കാനും പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉളുഹിയത്തിന്റെ വിധി തന്നെ. പിറ്റത്തെ കൊല്ലം വരെ കാത്തിക്കാൻ പാടില്ല. ഈ സമയത്ത് തന്നെ ഇറക്കേണ്ടതാണ്. ഉസ്താദ് ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, അതാ ഒരു പക്ഷെ 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേർച്ച പിന്നെ അറക്കാൻ വേണ്ടി കരുതി. അപ്പൊ പിന്നെ ഒരു പക്ഷെ ഒരു ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ് നടക്കും. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഉളുഹിയത്തായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? അതല്ല, നേർച്ചയാക്കുന്ന സമയത്ത് പിന്നെ 2 വയസ്സ് കഴിഞ്ഞിരിക്കണോ? അതൊരു ചോദ്യം ഉസ്താദ്, ഒന്നും കൂടി ഒന്ന്. നേർച്ചയാക്കുന്ന സമയത്ത് വയസ്സ് കഴിഞ്ഞോളൊന്നും ഷർത്തില്ല. ഈ ഉളുഹിയത്ത് അറുക്കേണ്ട സമയമാവുമ്പോൾ വയസ്സ് കഴിഞ്ഞതാണെങ്കിലേ ഉളുഹിയത്ത് യഥാർത്ഥ ഉളുഹിയത്താവുകയുള്ളൂ. ഷർത്തൊക്കാത്തതിനെ അഥവാ വയസ്സാകാത്തതിനെ ഇപ്പൊ പെരുന്നാൾ ആവുമ്പോഴേക്കും പ്രായമാകാത്തതിനെ നേർച്ചയാക്കിയാലും സംഗതി നേർച്ചയാവും. ഈ ഉളുഹിയത്തിന്റെ സമയത്ത് തന്നെ അതിനെ അറുക്കുകയും വേണം. പക്ഷേ അത് യഥാർത്ഥ ഉളുഹിയത്താവുകയില്ല. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, മക്കത്തുനിന്ന് ഒരാൾ ചോദിച്ചതാണ്. ഒരാള് തമത്തൊഴിന്റെ നിലക്ക് ഇഹ്റാം ചെയ്ത് വന്ന് അയാള് ഉംറയിൽ നിന്നൊക്കെ വിരമിച്ചു കഴിഞ്ഞ് പിന്നീട് അയാൾ ഹജ്ജിന് വേണ്ടി മീഖാത്തിലേക്ക് പോവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നിയ്യത്ത് ചെയ്ത ഒരാൾക്ക് ഇവിടെ തമത്തുവിന്റെ അറിവ് വേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം. വലൈക്കും സലാം. മനസ്സിലായി. ഹജ്ജിന് ശേഷം അല്ല, റമളാൻ മാസം കഴിഞ്ഞതിന് ശേഷം ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ഹാജിമാർ അവര് ഹജ്ജിന്റെ മാസത്തിൽ ഉംറ ചെയ്ത് തഹല്ലുലായി മക്കയിൽ താമസിക്കുന്നു. അവര് ഇക്കൊല്ലം തന്നെ ഹജ്ജും ചെയ്യാൻ ഉദ്ദേശമുള്ളത് കൊണ്ട് അവർ തമത്വമാണ്. പക്ഷേ തമത്വമാണ് എന്നതുകൊണ്ട് മാത്രം അറിവ് നിർബന്ധമാവില്ല. മീഖാത്തിൽ പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് ഫിദിയ ഇറക്കേണ്ട ആവശ്യമില്ല. തമത്വ ആണ്, അതോടുകൂടി തന്നെ ഫിദിയ നിർബന്ധമില്ലതാനും. ഇങ്ങനെയാണ് നമ്മളെ ഷാഫി മദ്ഹബ്. മനസ്സിലായില്ലേ? ഉദാഹരണം, നാട്ടിൽ നിന്ന് വരുമ്പോ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു വന്ന് മക്കത്തെത്തി കഅബ ഷരീഫിനെ തവാഫും അതുപോലെ തന്നെ സയ്യും കഴിഞ്ഞ് മുടി മുറിച്ച് തഹല്ലുലായി. അതിന്റെ ശേഷം തന്നീമിൽ പോയിട്ടോ ജെറാനയിൽ പോയിട്ടോ മറ്റോ ഒക്കെ ധാരാളം ഉംറകൾ ചെയ്തു.
ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ ഉദ്ദേശം എന്താണ്? ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ മീഖാത്തേക്ക് പോകണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ SYSന്റെയും മർക്കസിന്റെയും ഒക്കെ ഹാജിമാര് ചെയ്യുന്നത് പോലെ ദുൽഖഅദ 24-നോ 25-നോ മദീന ഷരീഫിലേക്ക് സിയാറത്തിന് പുറപ്പെടും. അങ്ങനെ 10 ദിവസം മദീന ഷരീഫിൽ സിയാറത്തുമായി താമസിച്ചതിനു ശേഷം ദുൽഹജ്ജ് 4-ന്റെ അന്ന് അവിടുന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു കൊണ്ടുപോരുന്നു. അവർക്ക് അറിവ് നിർബന്ധാവൂല. ശരി, എന്നാ അവർ ചെയ്തത് തമത്വ തന്നെയാണ് ഞാനും. കാരണം ഹജ്ജിന്റെ മാസത്തിൽ ഉംറ ചെയ്ത് തഹല്ലുലായി, എന്നിട്ട് പിന്നെ അക്കൊല്ലം തന്നെ ഹജ്ജ് ചെയ്യാണ്. അതുകൊണ്ട് തമത്വ തന്നെയാണ്. പക്ഷേ അറിവ് നിർബന്ധമാകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ മീഖാത്തിലേക്ക് തിരിച്ചുപോയി മീഖാത്തിൽ വെച്ച് തന്നെ ഹജ്ജിനും ഇഹ്റാം ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഫിദിയ വേണ്ടതില്ല, അറക്കേണ്ടതില്ല എന്നർത്ഥം. ഒരു ചോദ്യം അനുബന്ധമായിട്ടുണ്ട് ഉസ്താദെ. ഇങ്ങനെ അറക്കൽ നിർബന്ധമായ ഒരു വിഭാഗം ആളുകൾ അറിവ് ഉടനെ തന്നെ ഉംറ കഴിഞ്ഞ ഉടനെ തന്നെ നടത്തിക്കൂടെ? അവർക്ക് ഹജ്ജ് ഫുള്ളായിട്ട് കഴിയാൻ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. അതിനും കൂടി അത് നല്ലത് തന്നെ. അതായത് മീഖാത്തിലേക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ മീഖാത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശമില്ല, മറിച്ച് മക്ക ഷരീഫിൽ വെച്ച് തന്നെയാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അറിവ് നിർബന്ധമാവുമല്ലോ. അപ്പൊ ആ അറിവ് ഹജ്ജ് വരെ പിന്തിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ തന്നെ അറിവ് നിർവഹിച്ചുകൂടെ എന്നാണ് ചോദ്യം. അതേ, അങ്ങനെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇപ്പോൾ തന്നെ ഉംറ നിർവഹിച്ച് തഹല്ലുലായതിനു ശേഷം ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് മക്ക താമസകാലത്തിനിടയിൽ തന്നെ ആ അറിവ് നിർവഹിക്കാവുന്നതാണ്. ഹജ്ജ് വരെ പിന്തിക്കൽ നിർബന്ധമില്ല. പക്ഷേ ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റുള്ള മദ്ഹബുകളിലൊക്കെ അറിവിന് ഹജ്ജിന്റെ അറിവ് ഉൾപ്പെടെയുള്ള ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ തന്നെ ഈ ഫിദിയയുടെ അറിവും ചെയ്യണം എന്നാണ് മറ്റു മദ്ഹബുകളൊക്കെ പറയുന്നത്. ഷാഫി മദ്ഹബ് അങ്ങനെയല്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉംറ ചെയ്ത് തഹല്ലുലായതിനു ശേഷം ഫിദിയ അറക്കാവുന്നതാണ് എന്നാണ്. അപ്പൊ അതാണ് സൗകര്യവും. എന്നാലെന്താവും, എല്ലാം കൂടി പെരുന്നാളിന് തന്നെ ആക്കിയിട്ട് ആ തിക്കും തിരക്കിലും കുടുംബമില്ല. തന്നെയല്ല, ആളുകൾക്ക് മാംസം ഉപയോഗപ്പെടുകയും ചെയ്യും. പക്ഷേ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില ഹജ്ജ് ഗ്രൂപ്പുകാർ ചെയ്യുന്ന വളരെ നഗ്നമായ ഒരു തെറ്റുണ്ട്. തങ്ങളുടെ കൂടെ വന്ന നൂറുകണക്കിന് ഹാജിമാർ അവരെ മക്ക ഷരീഫിൽ കൊണ്ടുപോയി ഉംറ ചെയ്യിച്ച് താമസിയാതെ അവര് നേരെ മദീനയിലേക്ക് പോയി മദീന സിയാറത്തും കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോഴും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വന്ന് മക്കയിൽ വന്ന് താമസിക്കും. എന്നിട്ട് മക്കയിൽ നിന്നിട്ടാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് അറിവ് നിർബന്ധമാവുമല്ലോ. എന്നിട്ട് ഈ നിർബന്ധമായ അറിവുകളൊക്കെ ഈ ഹാജിമാരോട് അവരോട് കാശ് വാങ്ങിയിട്ട് ആ കാശിന് ആട് വാങ്ങി കൊണ്ടുവന്ന് അറുത്തിട്ട് ഈ പാവപ്പെട്ട നിരപരാധികളായി ഈ ഹാജിമാർക്ക് തന്നെ ഭക്ഷിക്കാൻ കൊടുക്കും. അത് കടുത്ത വഞ്ചനയും ഹറാമുമാവുന്നു. കാരണം ഈ വുജൂബായ അറിവാണ് ഈ ഫിദിയയുടെ അറിവ്. തമത്വന്റെ ഫിദിയയുടെ അറിവ് വുജൂബായ അറിവാണ്. ഈ വുജൂബായ അറിവ് അർത്ഥ മാംസം ആ അർത്ഥ ആളുകൾക്ക് അത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, സാമ്പത്തികമായി കഴിവില്ലാത്ത സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കിന്മാർ പോലത്തവർക്ക് കൊടുക്കൽ വുജൂബുമാണ്. കൂടെയുള്ളവരൊക്കെ നല്ല പൈസക്കാരായ ആളുകളാണ്, സക്കാത്ത് വാങ്ങാൻ പറ്റാത്തവരായിരിക്കും. മറ്റൊന്ന്, അർത്ഥ ആളുകളും ആ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ അവർ അർത്ഥ ബലിമൃഗത്തിന്റെ മാംസം അവരെ തന്നെ ഭക്ഷിപ്പിക്കുകയും സക്കാത്ത് വാങ്ങാൻ പറ്റാത്ത കഴിവില്ലാത്ത മറ്റാളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കടുത്ത തെറ്റും വഞ്ചനയുമാണ്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ താമസ സമയത്തിനിടയിൽ ഹജ്ജിന്റെ മുമ്പ് തന്നെ അത് അറുക്കുകയും അത് വാങ്ങാൻ പറ്റുന്ന സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള സാധുക്കളായ ഫക്കീർ മിസ്കീന്മാർ പോലത്തവർക്ക് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷേ അതിൽ നിന്നിട്ട് സ്വന്തത്തിന് ഉപയോഗിക്കാൻ പാടില്ല, സക്കാത്ത് വാങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് കൊടുക്കാനും പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഉസ്താദിന്റെ ചോദ്യം, ഇന്നലെ 2 ദിവസം മുമ്പ് കോട്ടൂർസ്ഥാപുള്ള സമയത്ത് എന്തോ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതൊന്ന് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഇപ്പൊ ഉളിയത്ത് അറക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ സ്വന്തം ക്യാഷ് ഉണ്ടെങ്കിലും അതൊരു 7 ആളെ കൂട്ടി അറക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇപ്പൊ നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത്. ഉദിയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടി അറക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നാല്
മിഞ്ഞാന്ത ചർച്ച കേട്ടു, ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തം തന്നെ അറക്കുകയാണ്. എല്ലാവരും കൂട്ടിക്കണ്ട് അറക്കുന്നതിലൊക്കെ നല്ലത് അതാണ് സഹിയാകുന്ന രൂപവും. അതുപോലെ തന്നെ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും ഉസ്താദ് അതിന്റെ ഏറ്റവും നല്ല കൂലി കിട്ടുന്ന മാർഗവും ഏറ്റവും സഹിയാവുന്ന മാർഗവും ഒന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരാം. കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഉദുഹിയ്യത്ത് അറക്കുക എന്ന് പറയുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തന്റെ ഏകജാതനായ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയർക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുകയും അർക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറാവുകയും അത് സ്വീകരിക്കാൻ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം തയ്യാറാവുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മോചിപ്പിച്ച് ഫിദിയായിക്കൊണ്ട് ഒരു ആടിനെ കൊടുത്ത് അതിനെ അറുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പുണ്യകർമ്മം ഓരോ കുടുംബനാഥനും സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ വർഷം തോറും ഒരു ബലിമൃഗത്തെ, നിശ്ചിത നിബന്ധനയൊത്ത ബലിമൃഗത്തെ അറുക്കുക എന്നത് പെരുന്നാൾ ദിവസത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ അമലാണ്. തന്നെയുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അളിമോ അവായാക്കും ഫഇന്നഹാ മതായാക്കും അലസ്സിറാത്ത്. നിങ്ങളുടെ ബലിമൃഗങ്ങളെ ഏറ്റവും മഹത്തായതും ഉന്നതമായതുമാക്കാൻ ശ്രമിക്കണം. കാരണം അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളാണ് എന്ന്. അത് അവനവൻ സ്വന്തം ഒരു പ്രൈവറ്റ് വണ്ടി, അത് തന്നെ നല്ല മെർസിഡസ് ബെൻസ് അല്ലെങ്കിൽ BMW പോലെയുള്ള നല്ലൊരു കാറ് വിട്ടിട്ട് അവനാന് ഭാര്യയും മക്കളും കൂട്ടിയിട്ട് അങ്ങോട്ട് പോണ ഒരു പവറും, റോട്ടക്കത്ത് ഇങ്ങനെ കാത്തുനിന്ന് വരുന്ന മിനി ബസ്സിൽ കൈ കാട്ടി സീറ്റ് ഇട്ടാത്തോ വടി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് പോണൊരു പോക്കുണ്ട്. ആ പോക്കും തമ്മിൽ ഏതാണ് വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അറിയാം. നല്ല 1ാം നമ്പർ മെർസിഡസ് ബെൻസിലോ അതല്ലെങ്കിൽ CNWയിലോ ഒക്കെ സ്വന്തം കുടുംബത്തെയും കൂട്ടിയിട്ട് പോകുന്ന പവറും റോട്ടക്കത്ത് കാത്തുനിന്ന് കിട്ടുന്ന മിനിബസിൽ തൂങ്ങിപ്പിടിച്ചു പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. ഒരാള് നല്ല ആരോഗ്യമുള്ളൊരു വണ്ടി, ഒരു മൃഗത്തിനെ, നല്ല വിലപിടിപ്പുള്ള ഒരു മൃഗത്തിനെ സ്വന്തമായി ഉദുഹിയ്യത്ത് അറക്കുന്നതും 7 ആള് കൂടിയിട്ടൊന്നിനെ അറക്കുന്നതും തമ്മിൽ നിങ്ങൾ അസി കണ്ടിടോ പറഞ്ഞപ്പോ UK ഇങ്ങനെ കാണുമല്ലോ. ഇവിടെ നാട്ടിൽ വന്ന് നിന്ന് കുറച്ചു ദിവസം നിന്ന് നോക്കിയാൽ കാണാം, ഒരു ബൈക്കുമ്മല് ഭാര്യയും ഭർത്താവും 5 മക്കളോടി കൂടി പോകുന്ന ഒരു യാത്ര ഉണ്ട്. അസി കണ്ടിടോ പറഞ്ഞില്ല, ഞാൻ കണ്ടത്, ഞാൻ കാണുമ്പോ ശ്വാസം പിടിച്ച് നിൽക്കലാണ്. 7 ആള് ഒരു ബൈക്കുമ്മല്, അതൊരു നല്ല സർക്കസ് തന്നെയാണ്. ആ കോലത്തിലുണ്ടാവും. 7 ആള് കൂടിയിട്ട് ഒരു കാളയെയോ പോത്തിനെയോ അർത്താല് ഈ 7 കുടുംബങ്ങളും കൂടി അയിമല് പറ്റി പിടിച്ച് കേറി പോണ പോക്കൊരു പോക്കനെ കാരണം. അവിടെ തെറ്റാണെന്നല്ല, അതങ്ങനെ പോക്കാണ്. അപ്പോ കഴിയുന്നതും ഒരു കുടുംബത്തിൽ ഒരു മൃഗത്തിനെ എന്ന വീതമെങ്കിലും അറക്കണം. കൂടുതൽ അവനവന്റെ കഴിവ് പോലെ വർദ്ധിപ്പിക്കാം. താതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആട്ടിനെ അറക്കുമാറിയിരുന്നു. ഹജ്ജത്തുൽ വദാഇന് പോയ സമയത്ത് 100 എണ്ണം ഒന്നിച്ചർത്തു, 100 ഒട്ടകം ഒന്നിച്ചർത്തു. അപ്പൊ ഒരുത്തന്റെ കഴിവനുസരിച്ച് വർദ്ധിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷം തോറും 2 ആടിനെ അറുക്കാറും ഉണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ ഒരാള് സിഫത്തൊത്ത നല്ല മേത്തരം ഒരു മൃഗത്തെ അറുക്കുന്നതാണ് ഏറ്റവും അഫ്ള്. ഇനി കഴിവില്ലെങ്കിൽ സാമ്പത്തികമായി അത്രേ കഴിയൂ എങ്കിൽ പരിമിതമായ കഴിവ് ഉപയോഗിച്ച് ആ സുന്നത്ത് എടുക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി 7 ആളുകൾ കൂടി ഒരേ ഒരു മൃഗത്തെ ഉദുഹിയ്യത്തറക്കാം. 7 എന്ന ഷർത്തല്ല, 7 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഒറ്റക്ക് കഴിയുമെങ്കിൽ 2 ആൾ കൂടി ചെയ്തോട്ടെ, വളരെ നല്ല പൗതിയാക്കിയിട്ട്. അതല്ലെങ്കിൽ 3 ആൾ കൂടി ചെയ്തോട്ടെ. 7ന്റെ അപ്പുറം പോകാൻ പാടില്ല എന്നതാണ് നിയമം. 7ന്റെ അപ്പുറം പോയാൽ പിന്നെ ഒരാളൊന്നും ശരിയാവൂല. ഓക്കെ.
ഉസ്താദ് വളരെ റാഹത്ത് ഉസ്താദ് പറഞ്ഞ ആ കാഴ്ച ഞാനും കാണാറുണ്ട്. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. അതായാലും ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഉസ്താദ്, ഒരാള് ഹജ്ജിന് പോവുകയാണെങ്കിൽ, ഒരു കടക്കാരനായ ആള് ഹജ്ജിന് പോവാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന് ഈ കടം വീട്ടാനുള്ള മുതലൊക്കെ ബാക്കപ്പ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ കടം വീട്ടാൻ കഴിയൂല. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഈ കടക്കാരന്റെ സമ്മതം, അയാൾ അനുമതി കിട്ടാതെ ഹജ്ജിന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മൈക്കുട്ടു. അസ്സലാമു അലൈക്കും. കടമുള്ള ആള് ഹജ്ജിന് പോകുന്ന സമയത്ത് മൂന്നാലൊന്ന് ചെയ്യണം. അവധി എത്തിയ കടാണെങ്കിൽ കേട്ടോ, അവധി എത്തിയ കടമാണെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു പക്ഷേ കടം വീട്ടണം. അതല്ലെങ്കിൽ നിശ്ചിത അവധിക്ക് താൻ കൊടുക്കാനുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്തേൽപ്പിക്കണം. അത് രണ്ടുമില്ലെങ്കിൽ ഈ കടക്കാരനോട് സമ്മതം വാങ്ങണം. മൂന്നാലൊന്ന് ചെയ്യാതെ യാത്ര പോകൽ അവധി എത്തിയ കടം ഉണ്ടെങ്കിൽ ഹറാമാണ്. അതായിരിക്കും അവധി എത്തിയതെങ്കിലാണല്ലോ. അവധി എത്തിയിട്ടില്ല, പറഞ്ഞ ഉദാഹരണം മുഹറം 10-നാണ് കാശ് കൊടുക്കേണ്ടത്, അപ്പോഴേ ഡേറ്റ് ആവുള്ളൂ. നമ്മൾ മുഹറം പറക്കുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തും. എന്നാ പിന്നെ അവന്റെ സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല, അവന് പ്രത്യേകിച്ച് കടം വീട്ടിക്കൊള്ളൊന്നുമില്ല. കാരണം അവധി എത്തിയിട്ടില്ലല്ലോ, സമയമുണ്ടല്ലോ. അതേസമയത്ത് അവധി എത്തിയെന്ന് എന്നാൽ ഒരു പക്ഷേ കടം വീട്ടണം. അതല്ലെങ്കിൽ വീട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ വക്കാലത്തേൽപ്പിക്കണം. അത് രണ്ടും ഇല്ലെങ്കിൽ ഈ കൊടുക്കാനുള്ള ആളോട് പറയണം, ഞാൻ അങ്ങനെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാശ് തരാണ്ട് ഞാൻ പോയി വന്നിട്ടാണ് തരാ എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ പോയിക്കോളി എന്ന് അയാൾ സമ്മതം തന്നാൽ പോകാം. ഈ മൂന്നാലൊന്ന് വേണം. അവധി എത്തിയും ചെയ്താണ്, വീട്ടിയിട്ടുമില്ല, വീട്ടാൻ ആളെ ഏൽപ്പിച്ചിട്ടുമില്ല, ഇയാളോട് സമ്മതം വാങ്ങിയിട്ടില്ല എങ്കിൽ ആ യാത്ര ഹറാമാണ്. എന്നാലും ഹജ്ജ് പറവ് വിടും, പക്ഷേ യാത്ര ഹറാമായി വരും മൂന്നാലൊന്ന് ചെയ്യാതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇന്നെ പോലത്തെ ഒരാൾ ഈ ഹജ്ജ് മാസങ്ങളിൽ നാട്ടിൽ നിന്ന് പിന്നെ ഹജ്ജ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ഉറപ്പില്ലാതൊരു ഉദ്ദേശത്തിൽ വന്നാല് ഇപ്പൊ മക്കത്തിന് ഇറാൻ കിട്ടിപ്പോണോണ്ട് അറിവ് വരുമോന്നുള്ളതാണ് ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ ഈ ഇപ്പത്തെ നിയമം അനുസരിച്ച് നമ്മുടെ മക്കത്തിന് ഹജ്ജിന് ഓണീന് നമുക്ക് അറാമ് വരുമോ എന്നോട് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമർ മക്കനെയൊക്കെ കണ്ടിട്ട് ദിവസങ്ങളല്ല കാലങ്ങളായിപ്പോയി, മനസ്സിലായില്ലേ? ഞാൻ നാട്ടിൽ പോകുന്നുണ്ടെങ്കിലും ഉമർ മക്കത്തന്നെ ഉണ്ടാവുമല്ലോ. എന്താണ് ഒരു ജീവനും ഇല്ല, ഒക്കെ ഇൽമൊക്കെ പഠിച്ചു പോയിട്ട് ഞാൻ ജോലി തിരക്കുകൊണ്ട് ഒഴിച്ചാട്ടിട്ടായിരിക്കും എന്ന് വിചാരിക്കുക. ഏതായാലും അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. നാട്ടിലായിരുന്നു എന്ന് അറിയുന്നത്, അതിനറിയില്ല, ആയിക്കോട്ടെ, ഹൈറാട്ടെ. ഹജ്ജിന്റെ മാസത്തിൽ മക്കയിൽ ജോലി ചെയ്യുന്ന ഒരാള് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉംറ ചെയ്യണമെന്നോ ഹജ്ജ് ചെയ്യണം എന്നോ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ ഇഹ്റാം ചെയ്യാതെ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. പിന്നെ മക്കയിലെത്തി സൗകര്യം കിട്ടിയപ്പോ ഹജ്ജ് ചെയ്യണം എന്ന് തീരുമാനിച്ചു, എന്നാൽ മേക്കാത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നാട്ടിൽ നിന്ന് വരുമ്പോ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ന ചോദ്യത്തിൽ തന്നെ പറഞ്ഞതിന് മനസ്സിലായല്ലോ. അതായത് പോരുമ്പോ തന്നെ ഹജ്ജ് ചെയ്യണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇഹ്റാം ചെയ്യാതെ പോരാൻ പാടില്ല, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തേ പോരാൻ പാടുള്ളൂ. അങ്ങനെ തീരുമാനമൊന്നുമില്ല ജോലിക്കാ മക്കത്തേക്ക് വരുന്നത്. പക്ഷേ സംഗതി വശാൽ മക്കത്ത് എത്തിയപ്പോ ഹജ്ജിന് സൗകര്യം കിട്ടി, അങ്ങനെ വന്നപ്പോ അവിടുന്ന് ഇഹ്റാം ചെയ്ത് പോയാൽ മതി. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകളെ ഹജ്ജിന്റെ സൗകര്യത്തിന് വേണ്ടി ആളുകളെ കുറക്കുന്നുണ്ട്. കാരണം കഅബ ഷരീഫിന്റെ അടുത്ത് മത്താഫിൽ ജോലി നടക്കുന്നത് കൊണ്ട് ഹാജിമാർക്ക് അസൗകര്യം ഉണ്ടാവും എന്നതിനാൽ പരമാവധി ഹാജിമാരെ കുറക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി ക്രമീകരണം എന്ന നിലക്ക് ആളുകളെ പരമാവധി കുറക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിലക്ക് മക്ക ഷരീഫിൽ താമസിക്കുന്ന ഒരാള് ഹജ്ജ് ചെയ്ത് എന്നതുകൊണ്ട് അത് ഹറാമാണെന്ന് പറയാൻ കഴിയില്ല. കഴിയുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് എപ്പോഴും പലപ്പോഴും ആവർത്തിച്ചൊക്കെ ഹജ്ജ് ചെയ്യാൻ സൗകര്യം കിട്ടുന്നവരായത് കൊണ്ട് ഈ അസൗകര്യം നിറഞ്ഞ കൊല്ലങ്ങളിൽ പരമാവധി നമ്മൾ പുതിയ ആളുകളുടെ സൗകര്യം ശ്രദ്ധിക്കണം. അതോടുകൂടി തന്നെ നമ്മൾ ഇഹ്റാം ചെയ്തു എന്നതുകൊണ്ട് ഹജ്ജ് ഹറാമാവൊന്നുമില്ല. എന്നാലും നമ്മൾ എന്ത് വേണം? നിവാമിന്റെ അടിസ്ഥാനത്തിൽ
മറ്റുള്ളവർക്ക് പ്രയാസം വരുത്താത്ത നിരക്ക് സൗകര്യവും സമയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തവാഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. തവാഫിന്റെ കാര്യത്തിൽ മാത്രമേ ഇപ്പൊ ഈ ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വളരെ വിശാലമായ സൗകര്യമാണ്. അപ്പൊ ആ തവാഫിന്റെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് പരമാവധി ബുദ്ധിമുട്ട് കുറക്കാൻ നോക്കുക. കാരണം ഫാമിലി ഇല്ലാതെ താമസിക്കുന്നവരാണെങ്കിൽ തവാഫ് അല്പം ബന്ധിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. 5 മാസം കയ്യോളം ബന്ധിക്കണമെന്നില്ല. ആ 11, 10, 11, 12 അന്ന് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ കഴിയുന്നതും മറ്റുള്ള ആളുകളുടെ സൗകര്യം പരിഗണിച്ചുകൂടി നമ്മൾ തവാഫിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഗവൺമെന്റ് നിയന്ത്രിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ മത്താഫിൽ പണി നടക്കുന്നത് കൊണ്ട് ഹാജിമാർക്ക് പരമാവധി വിഷമം കുറക്കാൻ വേണ്ടിയിട്ട് നിവാമ ചെയ്യാണ്. അതിനെ നമ്മൾ അനുസരിക്കുകയും ചെയ്യുക. അതോടുകൂടി ഹജ്ജ് ചെയ്യണ്ട എന്ന് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യൽ ഹറാമാണെന്ന് പറയാൻ നിവൃത്തിയുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. തിലാവത്തിന്റെ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ സലാം വീട്ടൽ ആവശ്യമുണ്ടോ? അതിന് 2 സലാം വീട്ടേതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യുകയാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ, സുജൂദ് മാത്രം ചെയ്താൽ മതി. സുജൂദിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലേണ്ടതില്ല, സലാം വീട്ടേണ്ടതില്ല, ഒന്നുമില്ല. എന്നാൽ നിസ്കാരത്തിലല്ലാതെ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. അപ്പൊ നിയ്യത്തും വുജൂബാണ്, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലലും വുജൂബാണ്. പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചെല്ലൽ സുന്നത്തുമാണ്. സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചെല്ലലും സുന്നത്താണ്. സുജൂദിൽ ശേഷം അത്തഹിയാത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കലും സുന്നത്താണ്. എന്നിട്ട് സലാം ചെല്ലലും വുജൂബാണ്. ഒരു സലാം വീട്ടൽ ഫർദ്, രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്തുമാണ്. സുജൂദ് ഒന്നേ ചെയ്യൂ, 2 സുജൂദ് ചെയ്യാൻ പാടില്ല. അപ്പോ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം, എന്നിട്ട് തക്ബീറോട് കൂടി സുജൂദിലേക്ക് പോകണം. സുജൂദിൽ ദിക്റുകൾ ചെല്ലണം. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീറോടുകൂടി ഉദൂൽ അത്തഹിയാത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കണം. എന്നിട്ട് ഒരു പ്രാവശ്യം സലാം വീട്ടൽ വുജൂബാണ്, രണ്ടാമത്തെ സലാം സുന്നത്തുമാണ്. അപ്പൊ 2 സലാം വീട്ടണം എന്ന് ചുരുക്കം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ, ഇവിടെ നിന്ന് ഒളിഹിയത്ത് ഇറക്കാൻ വേണ്ടി 7 പേരോട് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് അയക്കുന്നു. ആ കളക്ട് ചെയ്യുന്ന വ്യക്തി നാട്ടിൽ പോകുന്നില്ല. അങ്ങനെയാകുമ്പോൾ നാട്ടിലെ അറക്കുന്ന ആളെ വിളിച്ചിട്ട് നമ്മൾ വക്കാലത്താക്കേണ്ടതുണ്ടോ? അല്ല ഇവിടെ കളക്ട് ചെയ്ത ആളോട് അറക്കാൻ വേണ്ടി വക്കാലത്താക്കിയാൽ മതിയോ? ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരം. ഇവിടെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പൈസ ഒരു വ്യക്തി കളക്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവിടുന്ന് ഒളിഹിയത്ത് ഇറക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു വിധികളും നിയമങ്ങളൊന്ന് പറഞ്ഞാൽ പലരും കേൾക്കുന്നുണ്ട്, ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സാന്ദർഭികമായ നല്ലൊരു മസലയാണത്. ഉലൂഹിയത്ത് നാട്ടിൽ അറക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് നാടുകളിൽ ആളുകളെ പ്രേരിപ്പിച്ച് അവരിൽ നിന്ന് കാശ് ഒരുമിച്ച് കൂട്ടി ശേഖരിച്ച് നാട്ടിലെത്തിച്ച് ഉലൂഹിയത്ത് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് സഹീഹാകും എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മൃഗത്തിന് 7 ആളിൽ കൂടുതൽ ആളുകൾ ഷെയർ ആവാൻ പാടില്ല. 7 ആൾ തന്നെ ആയിക്കോളണമെന്നല്ല, ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാൾക്ക് തന്നെ ചെയ്യാം, 2 or 3 ആളുകൾ കൂടി ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏറെ പോയ 7 ആൾക്ക് വരെ ആവാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാശ് കൊടുക്കുന്ന ആരാണോ നമ്മളോട് കാശ് ഒരുമിച്ച് കൂട്ടുന്നത് സ്വീകരിക്കുന്നതെങ്കിൽ അയാളോട് നമ്മൾ ഏൽപ്പിക്കുക. ഇത് നമുക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് അറക്കാൻ ഏൽപ്പിക്കാൻ വേണ്ടി, അയാൾ അറക്കുക എന്നല്ല, അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയാളെ ഏൽപ്പിച്ചാൽ മതി. അതായത് നമുക്ക് വേണ്ടി മറ്റൊരാളെ വക്കാലത്താക്കാൻ വേണ്ടി ഇയാളെ നമ്മൾ വക്കാലത്താക്കണം. വക്കാലത്ത് 2 ജാതിയുണ്ട്. നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വക്കാലത്താൽപ്പിക്കുക, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരാളോട് ഏൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. ആ ഏൽപ്പിക്കലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുക. കാരണം ഇയാൾ പോകുന്നില്ലല്ലോ. ഉദാഹരണം, ചില സംഘടനാ പ്രവർത്തകർ, ചില സാമൂഹ്യ പ്രവർത്തകരൊക്കെ രംഗത്തിറങ്ങിയിട്ട് ഇങ്ങനെ കഴിവുള്ള ആളുകളോട് ഉലൂഹിയത്തിന്റെ കാശ് ശേഖരിച്ചിട്ട് പാവപ്പെട്ട ആളുകൾ അധികമുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി പ്രവർത്തകന്മാരെ ഏർപ്പെടുത്തി ഉലൂഹിയത്ത് അർപ്പിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് വേണം. ഈ കാശ് വാങ്ങിയ ആളുകൾ, ഒരു മൃഗത്തിന് ഉദാഹരണം, ഇന്ന ആളുകൾ, ഇപ്പൊ ഒരു അബ്ദുറഹ്മാൻ, ഒരു അബ്ദുസലാം, ഒരു അബൂബക്കർ, ഒരു മുഹമ്മദ്, ഒരു അലവി, ഇങ്ങനെ 5 ആൾ കൂടിയിട്ട് ഒരു മൃഗത്തിന്, ആ 5 ആൾ കൂടിയിട്ട്
ഈ മൃഗം ഈ 5 ആൾക്ക് വേണ്ടി ഉദ്ഹിയത്ത് അറക്കുന്നു എന്ന നിയ്യത്തോടു കൂടി അറക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നോക്കണ്ട, ഈ സ്വീകരിക്കുന്ന ആള് അയാള് തന്നെ അർത്ഥോളന്നില്ല, അയാളെ നമ്മൾ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിച്ച ആള് നമുക്ക് വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഏൽപ്പിച്ചാലും മതി, പക്ഷെ ഏൽപ്പിക്കണം. എന്നിട്ട് ഈ ചെയ്യുന്ന ആള് ഈ ഇന്ന ഏൽപ്പിച്ച ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അറക്കേണ്ടതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എന്റെ ചോദ്യം ഹജ്ജിനെ പറ്റിയാണ്. പിന്നെ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായ ഒരാള് അവര് ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച പൈസ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കടം കൊടുത്ത ഒരാൾക്ക് ആ ആള് തിരിച്ചു കൊടുക്കുന്നില്ല, ഹജ്ജിന്റെ വൃത്തായപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ മഹറം, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ മഹറം ഉണ്ടാവുമല്ലോ. ഈ പ്രാവശ്യം തന്നെ പ്രൈവറ്റിന് പോകാൻ നോക്കുമ്പോൾ, ഈ പ്രാവശ്യം അല്ലെങ്കിൽ അതിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു കൊല്ലം പ്രൈവറ്റിന് പോകാൻ നോക്കുമ്പോൾ ആ പൈസ കിട്ടുന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കടം വാങ്ങി ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ അതും ഈ കൊടുക്കാനുള്ള ആൾ കൊടുത്തിട്ട് കിട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളിരുന്ന് അത്രയും പൈസ വാങ്ങി ഹജ്ജിന് പോകുന്നതിന്റെ ഹുക്കം എന്താണെന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് സ്പീഡിലുള്ള ചോദ്യമാണ്. ഏകദേശം ഞാൻ മനസ്സിലായത് പറയാ, പഴവുണ്ടെങ്കിൽ തിരുത്തുക. അതായത് ഒരാള് ഹജ്ജിന് പോകാൻ വേണ്ടി കാശുകൾ സ്വരൂപിച്ചിരുന്നു. അങ്ങനെ കാശുകൾ തൽക്കാലം ഹജ്ജിന് പോകാൻ സൗകര്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കിട്ടണം എന്ന വ്യവസ്ഥയോടുകൂടി ഒരാളുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിരുന്നു, കടമായോ മറ്റോ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഹജ്ജിന് പോകേണ്ട സമയമായി നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നിട്ട് ആ കാശ് കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാശ് കിട്ടുമ്പോൾ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളോട് കടം വാങ്ങിക്കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റുമോ? അങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ഹുക്കം എന്താണ്? ഇങ്ങനെയാണ് ഞാൻ ചുരുക്കി മനസ്സിലാക്കിയത്. കുറച്ച് സ്പീഡായിരുന്നു ചോദ്യം മാത്രം. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലേ? എന്നല്ലേ? ആ, ഓക്കെ. അങ്ങനെ പോകണം. കാശ് കിട്ടാനുള്ള കാശ് കിട്ടുമ്പോൾ അങ്ങോട്ട് തരാം എന്ന വ്യവസ്ഥയിൽ ഒരാളോട് ചോദിച്ചിട്ട് ഒരാൾ കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് വാങ്ങി പോകാവുന്നതും അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന്റെ ഹജ്ജിന്റെ ഫർള് വീടുന്നതുമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ ഒരാള് കടം കൊടുക്കാനില്ല, ഈ കാശ് തൽക്കാലം കിട്ടുന്നും ഇല്ല, എന്നാൽ അത് കിട്ടുന്നത് വരെ താമസിപ്പിക്കുന്നത് കൊണ്ട് ഇയാൾ കുറ്റക്കാരാവുകയില്ല. കാരണം എന്താ? നേരത്തെ കയ്യിൽ സ്വരൂപിച്ച കാശ് ഹജ്ജിന് പോകാൻ സൗകര്യമൊത്തിണങ്ങുമ്പോൾ ചെലവാക്കുക, കയ്യിൽ വെച്ചാൽ നഷ്ടപ്പെട്ടു പോകും എന്ന നിലക്ക് വിശ്വാസത്തിന് വേണ്ടി ഒരാളെ ഏൽപ്പിച്ചത്. അതിൽ അയാൾ കുറ്റക്കാരിയല്ല. പക്ഷെ അയാൾക്ക് എന്തോ അസൗകര്യം കൊണ്ടോ മറ്റോ സമയത്തിന് തരാൻ പറ്റാത്തത് കൊണ്ട് ഈ പോക്കിന് തടസ്സം നേരിട്ടത് മനഃപൂർവ്വമല്ലാത്ത വീഴ്ച, മനഃപൂർവ്വം വീഴ്ചയില്ലാത്തത് കൊണ്ട് ഇവർ കുറ്റക്കാരാവില്ല. അപ്പോ ഉടനെ പോയിക്കൊള്ളണം എന്ന് നിർബന്ധം പറയുന്നില്ല. പക്ഷെ പോയാൽ അതുകൊണ്ട് ഫർള് വീടും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരാൾ കടം കൊടുക്കുകയാണെങ്കിൽ വാങ്ങി പോകുന്നതിന് തെറ്റില്ല. പക്ഷെ അങ്ങനെ വാങ്ങി പോയിക്കൊള്ളണം എന്ന് ഫർള് പറയാൻ കഴിയില്ല എന്ന് മാത്രം. ആ സുഹൃത്ത് ഫായിസ് 754 നിങ്ങൾ മൈക്ക് വേണ്ടേ? ഇല്ലെങ്കിൽ റൈസാൻ ഒഴിവാക്കാം. ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് നടന്നു പോയി എന്ന് പറയുന്നുണ്ട്. അവിടെ പാറപ്പള്ളിയിൽ അവിടുത്തെ ഷറഫാക്ക വെള്ളന്റെ ഒരു ഭാഗത്തൊരു കല്ലുമുണ്ട്. അപ്പൊ അത് എത്രമാത്രം ചരിത്രത്തിന്റെ പിൻബലം എന്തെന്ന് ഉസ്താദ് ഒന്ന് അവിടെ ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ച് തന്നായിരുന്നു. സമയം ഉണ്ടെങ്കിൽ മൈക്ക്. വളരെ അത്യാവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ആളുണ്ടെങ്കിൽ മാത്രം തുടരും, ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്തും. കാരണം ഒന്നാമത് ഇന്ന് എന്തോ ലൈനിൽ എന്തോ പണി നടക്കുന്നത് കൊണ്ട് കറണ്ട് ഇല്ലാതെ ഇവിടെ ഇൻവെർട്ടർ വെച്ചുകൊണ്ടാണ് ഇതുവരെ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക, ഇല്ലെങ്കിൽ നിർത്തും. ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സന്ദർഭം പോലെ പിന്നീട് പറയുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചെറിയ അസൗകര്യങ്ങൾ, ഒന്ന് ഇൻവെർട്ടർ കൊണ്ടാണ് ഇതുവരെ വർക്ക് ചെയ്തത്, അതിനെ മുന്നോട്ട് പോകുന്ന കറണ്ട് എന്നെങ്കിലേ കറണ്ട് ആവുകയുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളി, ഇല്ലെങ്കിൽ ഇപ്പോ തൽക്കാലം നിർത്തും. ആർക്കും ഒരാൾക്ക് അത്യാവശ്യമുണ്ട്, അത്യാവശ്യമുള്ളവർ പെട്ടെന്ന് ഒന്നെടുത്തോളി, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സലാത്തിന് വേഗം നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങുന്ന സ്ഥലം, അപ്പൊ നമ്മൾ ആദ്യമൊക്കെ അവിടെ ഒരു വര ഉണ്ടായിരുന്നു, നമ്മളെ യാത്രയുടെ അസ്വദിന്റെ ഭാഗത്ത് വര. ഇപ്പൊ അവിടെ വരയൊന്നുമില്ല. അപ്പൊ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ കുറച്ച് അപ്പുറത്തുനിന്ന് യാത്രയുടെ അസ്വദ് കഴിഞ്ഞിട്ട് തുടങ്ങിയാല് അതിനെന്തെങ്കിലും പിന്നെ തവാഫ് സ്വീകരിക്കപ്പെടുമെന്നാണ്. പിന്നെ ഒന്നുകൂടി അതിനൊപ്പം പിന്നെ നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഹജറുൽ അസ്വദ് ചുംബിച്ചാല് തവാഫ് ബാത്തിലാവോ? അതും കൂടി ഉസ്താദ് വിശദീകരിക്കണം.
അസ്സലാമു അലൈക്കും. മുമ്പ് ഹജറുൽ അസ്വദിന് നേരെ മത്താഫിൽ ഒരു വരയുണ്ടായിരുന്നു. അതൊരു സൗകര്യമായിരുന്നു, അൽഹംദുലില്ലാ. പക്ഷെ ആ സൗകര്യം ചിലരൊക്കെ ദുരുപയോഗം ചെയ്ത് അവിടെ നിന്ന് ദീർഘമായി ദുആ ചെയ്യുന്നത് കൊണ്ടും മറ്റും തവാഫ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികൃതർ അതെടുത്തു കളഞ്ഞത്. അതുകൊണ്ട് അത് ആ കൃത്യമായ ഹജറുൽ അസ്വദിന്റെ നേരെ മുമ്പിട്ടിരുന്ന വര പ്രശ്നമല്ല. അതിന്റെ മുന്നോട്ട് പോയിട്ട് തവാഫ് തുടങ്ങിയാൽ ആ ഒരു ചുറ്റു തവാഫ് എണ്ണപ്പെടാതെ പോകും. അത് ഒന്നായി നമ്മൾ കണക്കൂട്ടി ബാക്കി 6 ചുറ്റു ചുറ്റിയാൽ നമ്മളെ തവാഫ് തന്നെ പൂർത്തിയാകാതെ വരും. അതുകൊണ്ട് കൃത്യമായ ആ വരയുടെ നേരെ അഥവാ ഹജറുൽ അസ്വദിന്റെ നേരെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങേണ്ടതാണ്. അതിന് അസൗകര്യമുണ്ടെങ്കിൽ അതിന്റെ അല്പം മുമ്പ് തുടങ്ങാം, അതിന് കുഴപ്പമില്ല. അത് വിട്ട് കടന്നതിന് ശേഷം തുടങ്ങിയാൽ ആ ഒരു ചുറ്റ് തവാഫ് എണ്ണപ്പെടാതെ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നല്ലത്, അസൗകര്യം ഇന്നുണ്ട്, അടയാളമില്ലാത്തത് കൊണ്ട് ആ സമയം കൃത്യം കിട്ടിയില്ല എന്ന് വരും, അപ്പൊ ആ ഒരു ചുറ്റ് നഷ്ടപ്പെടാൻ ഇടവരും എന്നുള്ളത് കൊണ്ട് നല്ലത് അല്പം മുമ്പ് തന്നെ തവാഫ് തുടങ്ങലാണ്. ഇടതുഭാഗം കഅബ ഷരീഫിന്റെ നേരെയാക്കിയിട്ട് തവാഫ് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് ചുറ്റപ്പെടൂല. അപ്പൊ പിന്നെ നമ്മൾ ഇത് ഒന്നിന്ന് കണക്കൂട്ടിയിട്ട് ബാക്കി 6 ചുറ്റുള്ളൂ. അപ്പൊ 6 ചുറ്റിയാവുള്ളൂ, 7 തികയാഞ്ഞാൽ തവാഫ് ചെയ്യാവൂലല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. നമ്മള് തവാഫ് ചെയ്യുമ്പോൾ പിന്നെ ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ തവാഫ് ബാത്തിലാവോ എന്നുള്ളതാണ്. അതും കൂടി ഒന്ന് ഉസ്താദ് പറയണം. അസ്സലാമു അലൈക്കും. തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമേ അല്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ തവാഫൊന്നും ബാത്തിലാവൂല. പക്ഷേ ഇന്നത് പ്രായോഗികമല്ല. പ്രായോഗികമല്ലാത്തത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് പറയാൻ തന്നതാണ്. കാരണം ഇന്ന് എങ്ങനെയെങ്കിലും ഒരിക്കൽ ഹജ്ജിന് ചെന്നിട്ട് തിരിച്ചു പോരുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഹജറുൽ അസ്വദ് മുത്താൻ കിട്ടണമെങ്കിൽ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തണം. എന്നിട്ട് പിന്നെ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചുംബിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തൊരു ചോദ്യമാണ്. സംഗതി ഒരാൾ അങ്ങനെ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തി സൗകര്യം കിട്ടി, അവൻ ഹജറുൽ അസ്വദ് മുത്തി, എന്നിട്ട് നിവർന്ന് നിന്ന് ഇടതുവശം കഅബ ഷരീഫിന്റെ നേരെ ആക്കി മുന്നോട്ട് നടന്നു പോവുകയാണെങ്കിൽ തവാഫിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് തിക്കിൽപ്പെട്ട് കഅബ ഷരീഫിന്റെ ഭാഗത്തേക്ക് ഇടതുവശം തിരിക്കാത്ത നിരക്ക് അല്പം മുന്നോട്ട് പോയാൽ പിന്നിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇടതുവശം കഅബ ഷരീഫിന്റെ നേരെ ആക്കി തിരിച്ചു പോകേണ്ടതാണ്. അതിന് സൗകര്യം കിട്ടാതിരുന്നാൽ ആ ഒരു ചുറ്റെണ്ണപ്പെടാതെ പോകും. അപ്പൊ ബാക്കി അതല്ലാത്ത 7 ചുറ്റു വേണ്ടി വരും. ഇതാണ് അതിന്റെ നിയമത്തിന്റെ വശം. പക്ഷെ ഇന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി അത്ര ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് പോയ ആള് പെരുന്നാളിന്റെ അന്ന് ജിദ്ദയിലേക്ക് വരുന്നത് കൊണ്ട് ഹജ്ജിന് വല്ല കുഴപ്പമുണ്ടോ? പെരുന്നാളിനന്ന് ഒന്ന് ജിദ്ദയിൽ ഒന്ന് പോണതിന് എന്താ പ്രശ്നം ഉണ്ടാവുന്നു? ഹജ്ജിന് പോയ ആള് പിന്നെ പെരുന്നാളിന്റെ അന്ന് ജിദ്ദയ്ക്കൊന്ന് വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജിദ്ദ കമ്പം തന്നെയാണല്ലോ ഉസ്താദേ. ഒരു ഹാജിയെ സംബന്ധിച്ച് പെരുന്നാളിന്റെ അന്ന് ചെയ്യേണ്ട കർമ്മങ്ങള്, പെരുന്നാളിന്റെ അന്ന് സുബിയായതിന് ശേഷം സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നതിന് ശേഷം ജംറത്തുൽ അഖബ എറിയണം. അതിന് ശേഷം ബലി അറുക്കുന്നുണ്ടെങ്കിൽ അത് അറുക്കണം. എന്നിട്ട് മുടി കളയണം. അതിന് ശേഷം പിന്നെ കഅബ ഷരീഫിന്റെ തവാഫ് എന്ന് പറയുന്ന ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ളുഹ്ർ നിസ്കരിക്കാനാകുമ്പോഴേക്ക് മിനയിലേക്ക് തിരിച്ചെത്തണം. എന്നിട്ട് മിനയിൽ അവിടെ പൂർണ്ണമായി പാർക്കണം. ഇതാണ് സുന്നത്ത്. ഹജ്ജിന് പോണവർ അങ്ങനെയാണല്ലോ. ഇനി ഒരാൾക്കൊരു പെരുന്നാൾ കമ്പം മൂത്ത് അന്ന് തവാഫ് ചെയ്യാനും നിന്നില്ല, ജംറത്തുൽ അഖബ എറിഞ്ഞ് മുടിയും മുറിച്ച് ഉള്ള കുപ്പായി ഇട്ടിട്ട് ജിദ്ദയിൽ വന്ന ഹജ്ജ് ബാത്തിലാവൊന്നുമില്ല. പക്ഷേ സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടും. സംഗതി ഹജ്ജ് ചെയ്യാൻ നടക്കൂല, ഒരുപാട് പുണ്യങ്ങളും സുന്നത്തുകളും നഷ്ടപ്പെടും. അതുകൊണ്ട് ജിദ്ദന്ന് ഹജ്ജിന് പോണ ഒരാള് ഒരു 2-3 ദിവസത്തിന് ജിദ്ദന്ന് വിട്ട് മക്കത്തും അതുപോലെ തന്നെ മിനയിലൊക്കെ ഒന്ന് താമസിക്കാൻ അള്ളാഹ് തെരഞ്ഞെടുത്ത ദിവസങ്ങളിൽ അതിന് സമയം കാണുകയാണ് വേണ്ടത് എന്ന്
ആ ചോദ്യകർത്താവിനെ സ്നേഹപൂർവ്വം ഉണർത്തുകയും, എന്നാൽ അഥവാ അങ്ങനെ ഒരാൾ പോയി എന്നതുകൊണ്ട് ഹജ്ജ് ബാത്തിലാവൊന്നുമില്ല, ഹറാമാണെന്ന് ഫത്വ ചെയ്യാനും പറ്റൂല, പക്ഷെ ഉത്തമമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനാ 3 ആളുകൂടി ഉണ്ട് കൈപൊക്കി. ആ 3 ആള് പെട്ടെന്ന് ചോദിക്കുക, എന്നിട്ട് നിർത്തുകയാണ്. അസ്സലാമലൈക്കും. ഒരാൾ ഹജ്ജിനെ ഏൽപ്പിച്ച് അവരെ തസ്രീഹ് ഉണ്ടാക്കാതെ ഹജ്ജിന് പോയാൽ അത് സഹിയാകുമോ? ഒരാള് ഹജ്ജിന് ഏൽപ്പിച്ചാൽ ഈ ഏറ്റെടുത്ത വ്യക്തി അത് ശരിയായ നിരക്ക് നിർവഹിക്കണം. അതിനു വേണ്ട ചെലവുകളും സൗകര്യങ്ങളും ഒക്കെ ഈ ഏൽപ്പിച്ച ആളിൽ നിന്നിട്ട് ഈടാക്കാലോ. ഇല്ലെങ്കിൽ അതിന് സൗകര്യം ഇല്ലാത്തവരത് ഏൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാള് വയ്ക്കുന്ന മറ്റൊരു പിടിച്ച് കയറ്റിയിടുകയാണെങ്കിൽ എന്താറ്റ, ഞാൻ മറ്റേ ആൾ ഹജ്ജിന് വേണ്ട ഇനി നിറയാണ് കുപ്പായിട്ട് പോരെ, അതിന് പറ്റൂലല്ലോ. എപ്പോഴും നിയമം പാലിച്ചുകൊണ്ട് ചെയ്യലാണ്. സ്വന്തത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഒക്കെ നിയമം പാലിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. മറിച്ചാണെങ്കിൽ അല്ലാഹു തആല പറഞ്ഞ പോലെ വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം പോയി നാശത്തിൽ ചാടരുത് എന്ന് പറഞ്ഞ വാണിംഗ് ഖുർആൻ ചെയ്തതാണ്. അതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. അത് അവനാന് വേണ്ടി ഹജ്ജിന് ചെയ്യുകയാണെങ്കിലും മറ്റൊരാൾ ഏൽപ്പിച്ചത് ചെയ്യുകയാണെങ്കിലും ഒക്കെ ആ കാര്യം ശ്രദ്ധയിലുണ്ടാവണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഉളുഹിയത്ത് ഉദ്ദേശിച്ച ആള് പിന്നെ ഇഹ്റാമിൽ നിന്ന് ഒന്നാമത്തെ താലൂലാകാൻ വേണ്ടി നമ്മള് മുടി എടുക്കാതെ തവാഫും ജംറത്തുൽ അഖബ എറിയലും കഴിഞ്ഞാൽ ഒന്നാമത്തെ താലൂലായി കൂടെ എന്ന് പറയാൻ. അസ്സലാമു അലൈക്കും. മുടിയെടുക്കൽ തന്നെ നിർബന്ധമില്ല. ജംറത്തുൽ അഖബ എറിഞ്ഞതിന് ശേഷം മുടിയെടുത്താ താലൂലാവും. ഇനി അതേ സമയത്ത് മുടിയെടുക്കുന്നതിന് പകരം തവാഫും സയ്യും ചെയ്യാനുണ്ടെങ്കിൽ തവാഫും സയ്യും ചെയ്താലും താലൂലാവും. ഇനി സയ്യ് നേരത്തെ ചെയ്തതാണെങ്കിൽ തവാഫ് മാത്രം ചെയ്താലും താലൂലാവും. അങ്ങനെയും ചെയ്യാം. മുടിയെടുക്കൽ പിന്നെ ആക്കാം. എന്നാൽ ഉളുഹിയത്ത് അറുത്തതിന് ശേഷം അയ്യാമത്തെ ശേഷം കഴിയുന്നതിന്റെ ഇടക്കൊക്കെ ഉളുഹിയത്ത് അറക്കാലോ. അപ്പൊ 11-ന്റെ അന്നോ 12-ന്റെ അന്നോ 13-ന്റെ അന്ന് തന്നെയോ ഒക്കെ ഉളുഹിയത്ത് അറക്കാം. അറുത്തതിന് ശേഷം മുടിയെടുത്താൽ മതി. എന്നാൽ തന്നെ നേരത്തെ പറഞ്ഞേക്ക് ജംറത്തുൽ അഖബ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം തവാഫ് സയ്യ് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തവാഫ് മാത്രം ചെയ്തു, തവാഫ് മുമ്പ് ചെയ്തിട്ടില്ല, സയ്യ് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ തവാഫും സയ്യും ചെയ്യണം. എന്നാലും തഹല്ലുലാവും. 3 ആളുകളിൽ ഒരാൾ ചോദ്യത്തിന് ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ട്, കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. സമയം ഏതാണ്ടായി. 10 മിനിറ്റ് കഷ്ടിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളൂ. സമയം ഏതാണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ പൊരുത്തം നേടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹ്മനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين.